പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എത്ര ഭാരപ്പെട്ടിരിക്കുന്നെങ്കിലും, എത്ര വലിയ നഷ്ടം നേരിട്ടാലും, കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലൊന്ന് പതിഞ്ഞാൽ അവിടെ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. സങ്കീർത്തനം 34 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതെ, നമ്മളെ ദൃഷ്ടി വെച്ച് നടത്തുന്നൊരു ദൈവം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുവാൻ സാധിക്കും, 9 വിധവയുടെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ, ഏകജാതൻ ഒറ്റ മകനേ ഉള്ളൂ, നഷ്ടപ്പെട്ടു. ആ മാതാവ് എന്തുമാത്രം തകർന്നു കാണുമല്ലേ. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു, യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുക, മരണവീട, എത്ര പേര് കരയേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അതൊന്നും അവളുടെ വിഷമത്തെ മാറ്റിയില്ല, കരച്ചിൽ നിർത്തിയില്ല. പക്ഷേ യേശുവിൻ്റെ കണ്ണ് അവളുടെ മേലൊന്ന് പതിഞ്ഞപ്പോൾ കർത്താവിന് അവളോട് മനസ്സലിവ് തോന്നി. കരയേണ്ട എന്ന് പറഞ്ഞു. മനസ്സലിഞ്ഞതും കരയേണ്ട എന്ന് പറഞ്ഞതും കൊണ്ട് തീർന്നില്ല. യേശുവോട് നിന്ന് നഷ്ടപ്പെട്ട മകനെ ജീവനോടെ തിരിച്ചു കൊടുത്തു. അതെ പ്രിയപ്പെട്ടവരെ, ലോകം മൊത്തം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിലെ നഷ്ടത്തെ ലാഭമാക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിലെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ ലോകം മുഴുവനും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും യേശു കർത്താവ് നമ്മുടെ അരികിലുണ്ടെങ്കിൽ, അവിടുത്തെ കണ്ണ് നമ്മുടെ മേലൊന്ന് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയമേ വേണ്ട. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവിടുന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും. അനവധി നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അവിടുന്ന് മറുപടി നൽകും. തീർന്നു, പ്രതീക്ഷ അറ്റു എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം ചലിച്ച് ജീവനുണ്ടാകും. അതെ, ഇന്നൊന്നു മാത്രം മതി, കർത്താവ്. യേശുവിനെ വേണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു. മനുഷ്യനിലുള്ള ആശ്രയമൊക്കെ ഒന്ന് മാറ്റിവെക്കാമോ? വാക്കുമാറുന്ന മനുഷ്യരിൽ നോക്കാതെ എനിക്കെൻ്റെ കർത്താവ് മതി. അവിടുത്തെ കണ്ണ് എന്നെ ഒന്ന് കണ്ടാൽ മതി. അവിടുത്തെ കരം നീട്ടി എന്നെ ഒന്ന് സ്പർശിച്ചാൽ മതി എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ കാണുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു. യേശു തൻ്റെ കരം നീട്ടി നിങ്ങളെ തൻ്റെ മാറോട് അണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. അവിടുന്ന് നിങ്ങളോട് മനസ്സലിയും. അവിടുന്ന് നിങ്ങളോട് പറയുക, ഇനിയും കരയേണ്ട, വിഷയത്തിന് പരിഹാരം ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് വേണ്ടേ? കർത്താവിലേക്ക് ആശ്രയിക്കാം. യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പൊന്നുമകനാകുന്ന യേശുവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. യേശുവേ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അങ്ങേ വേണം. അങ്ങയുടെ ആ ആർദ്രത നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു. ഹല്ലേലൂയ. അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്ന നാഥ, അങ്ങ് ഞങ്ങളുടെ ജീവനാ. അടിയനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നോക്കേണമേ. അങ്ങയുടെ കണ്ണ് അവരുടെ മേലൊന്ന് പതിയട്ടെ. ഭാരപ്പെടേണ്ട, കരയേണ്ട എന്നുള്ള ശബ്ദം അവരെ ഒന്ന് കേൾപ്പിക്കണമേ. വിഷയങ്ങൾക്ക് നിത്യമായ പരിഹാരം കൽപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു നിങ്ങളെ കാണുന്നു. അവിടുന്ന് നിങ്ങളുടെ കാതുകളിൽ പറയുന്നു, കരയേണ്ട. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം അവിടുത്തെ നീതിയുള്ള വലംകരം കൊണ്ട് നിങ്ങൾക്ക് നൽകുന്നു. ബ്ലെസ് യു.